എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫോർത്ത് ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരലോഗ്രാം ലോയുടെ ഡീറ്റെയിൽസ് കണ്ടായിരുന്നു അല്ലേ. എ എന്നും ബി എന്നും രണ്ട് വെക്ടേഴ്സ് തീറ്റ എന്ന ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ആക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിന് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യിച്ചു. ആൻഡ് ദാറ്റ് ഇക്വേഷൻ വാസ് ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ലോ ഓഫ് കൊസൈൻസ് എന്ന പേരിൽ ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആംഗിൾ അവിടെ മാർക്ക് ചെയ്തു. ദി ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് ദ വെക്ടർ എ. ആ ആംഗിളിനെ നമ്മൾ ടാൻ ആൽഫ ഈക്വൽസ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന ഫോമിലും റെപ്രസെൻ്റ് ചെയ്തിരുന്നു. ഇനി ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതിനായി ഇതിനേക്കാളും സിമ്പിളായ ചില മെത്തേഡുകൾ കൂടി നമുക്ക് ഈ പാരലോഗ്രാമിൽ നിന്നും ഫോം ചെയ്യിക്കാൻ പറ്റും. ഇന്ന് നമുക്ക് അതൊന്ന് നോക്കാം. അതിനായി ലോ ഓഫ് സൈൻസ് എന്നറിയപ്പെടുന്ന ഒരു റിലേഷൻ നമുക്ക് ഈ പാരലോഗ്രാമിൽ നിന്നും ഫോം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച പാരലോഗ്രാം നിങ്ങൾ ഒന്നുകൂടി കാണൂ. ഇവിടെ എ എന്നും ബി എന്നും രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ബോത്ത് ദ വെക്ടേഴ്സ് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ദ പോയിന്റ് ഒ. ആർ ഈസ് ദ റിസൾട്ടൻറ്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ് ആൻഡ് യു ക്യാൻ സീ ദ റിസൾട്ടൻറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ വെക്ടർ എ. ഈ ഡെറിവേഷനായിട്ട് ആദ്യം നിങ്ങൾ OSN എന്ന റൈറ്റ് ട്രയാങ്കിളിലേക്ക് നോക്കി. കൺസിഡർ ദ റൈറ്റ് ട്രയാങ്കിൾ OSN ആൻഡ് യു ക്യാൻ സീ ആംഗിൾ N ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ ട്രയാങ്കിളിൽ നിന്നും സൈൻ ആൽഫയുടെ വാല്യൂ ഒന്ന് എഴുതും. സൈൻ ആൽഫ ഈക്വൽസ് SN ഡിവൈഡഡ് ബൈ OS അല്ലേ. ബട്ട് SNൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് ബി സൈൻ തീറ്റ. സോ സൈൻ ആൽഫ ഈക്വൽസ് ബി സൈൻ തീറ്റ ബൈ ആർ. എന്തുകൊണ്ടാണ് ഞാൻ ഡിനോമിനേറ്ററിൽ ആർ എന്ന് എഴുതിയത്? നമുക്കറിയാം OS എന്ന് പറയുന്ന സൈഡ് ആറാണ്. ഇതൊന്ന് ക്രോസ് ചെയ്തെഴുതൂ. ആർ സൈൻ ആൽഫ ഈക്വൽസ് ബി സൈൻ തീറ്റ. ഓർ ഐ ക്യാൻ റൈറ്റ് ദിസ് എക്സ്പ്രഷൻ ആസ് ആർ ബൈ സൈൻ തീറ്റ ഈക്വൽസ് ബി ബൈ സൈൻ ആൽഫ. ഇനി ഈ ഫിഗറിൽ നമുക്ക് ഒരു ചെറിയ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ കൂടി നടത്താം. ഐ എം ഗോയിങ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ from the point P to the resultant OS. ആ പെർപെൻഡിക്കുലറിനെ നിങ്ങൾക്ക് PM എന്ന് ഇപ്പോൾ ഫിഗറിൽ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് ദ വെക്ടർ എ. ഇവിടെ നിങ്ങൾക്ക് ബീറ്റ എന്നൊരു ആംഗിൾ കൂടി കാണാം. ആൻഡ് യു ക്യാൻ സീ ബീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് ദ വെക്ടർ ബി. നൗ യു കൺസിഡർ ദ ട്രയാംഗിൾ OPM. കണ്ടല്ലോ, ഫിഗറിൽ കണ്ടല്ലോ OPM എന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് സൈൻ ആൽഫ ഒന്ന് എഴുതാം. സോ സൈൻ ആൽഫ ഈക്വൽസ് PM ഡിവൈഡഡ് ബൈ OP. ഫിഗറിലേക്ക് നോക്കി, വാട്ട് ഈസ് OP? OP ഈസ് A അല്ലേ. സോ യു വിൽ ഗെറ്റ് PM ഈസ് ഈക്വൽ ടു A സൈൻ ആൽഫ. നൗ ഇൻ ദ ഫിഗർ യു ക്യാൻ സീ അനദർ ട്രയാങ്കിൾ, സേ PMS, റൈറ്റ് ട്രയാങ്കിൾ PMS കാണുന്നുണ്ടല്ലോ. From this triangle, you write the value of sin beta. എഴുതൂ, sin beta equals PM divided by PS. Or PM equals PS into sin beta. What is PS? See the figure? PS is B. So PM equals B sin beta. ഇപ്പോൾ നോക്കൂ, now you have two values for PM. ഏതൊക്കെയാണ് values? PM is equal to A sin alpha and PM is equal to B sin beta. നമുക്ക് ഈ രണ്ട് വാല്യൂസ് കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് നോക്കി, A sin alpha equals B sin beta or A by sin beta equals B by sin alpha. B by sin alpha നമ്മൾ പ്രൂവ് ചെയ്തു A by sin beta ക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കമ്പൈൻ ചെയ്ത് ഒരു ജനറൽ ഇക്വേഷൻ എഴുതാം. R by sin theta equals B by sin alpha equals A by sin beta. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു ഇക്വേഷനാണിത്. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ലോ ഓഫ് സൈൻസ്. ഈ ഇക്വേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കാനുണ്ട്. നോക്കൂ, എല്ലാ ടേംസിൻ്റെയും ഡിനോമിനേറ്റർ സൈൻ തന്നെയാണ്. ആദ്യത്തെ ടേം നോക്കി, ആർ ബൈ സൈൻ തീറ്റ. ദാറ്റ് മീൻസ് magnitude of the resultant divided by sine of the angle between the vectors equals, see the next term, B by sin alpha
ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻ്റ് ആൻഡ് എ. പക്ഷെ വന്നിരിക്കുന്ന റേഷ്യോ നോക്ക്, ബി ബൈ സൈൻ ആൽഫ. അപ്പോൾ ബി ആണ് ന്യൂമറേറ്ററിൽ വന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ആംഗിൾ റിസൾട്ടൻ്റ് എയുമായി ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ അടുത്ത ടേം നോക്കൂ, എ ബൈ സൈൻ ബീറ്റ. ന്യൂമറേറ്ററിൽ എ ആണ്, ഡിനോമിനേറ്ററിലെ ബീറ്റ എന്ന ആംഗിൾ റിമെമ്പർ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് ദ റിസൾട്ടൻ്റ്. നമ്മളിപ്പോൾ ഫോം ചെയ്ത ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാൻ നമുക്ക് വളരെ സിമ്പിളായ ഒരു ന്യൂമറിക്കൽ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ നിങ്ങൾ. ദ റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് of magnitude 8 Newton and 15 Newton is 17 Newton. What is the angle between the forces? See, there are two forces. One force is 8 Newton. Let's take it as A. So A equals 8 Newton. And the next force is 15 Newton. We can write B equal to 15 Newton. We don't know at what angle these forces are acting, but we know the resultant is 17 Newton. So R equals 17 Newton. What is the question? What is the angle between the forces? That means we have to find out the value of theta. Now, what is the equation for the magnitude of the resultant? That is R equals root of A square plus B square plus 2AB cos theta. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എയുടെയും ബിയുടെയും ആറിൻ്റെയും വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനൊന്ന് സ്ക്വയർ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 17 സ്ക്വയർ ഈക്വൽസ്, പിന്നെ റൂട്ടിൻ്റെ ആവശ്യമില്ലല്ലോ, 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ. നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 289 ഈക്വൽസ് 64 പ്ലസ് 225 പ്ലസ് 2AB cos theta. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് 2AB cos theta ഈക്വൽസ് 0 അല്ലേ. 2AB cos theta equal to 0 means 2 and AB are not equal to 0. Then there is only one possibility, cos theta equal to 0. Cos theta equal to 0 means theta is equal to 90 degree. That means these two forces are acting perpendicular to each other. നമുക്ക് കുറേ കൂടി ലൈഫ് റിലേറ്റഡ് ആയ ഒരു സിറ്റുവേഷനിൽ ഈ പാരലോഗ്രാം ലോയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എഴുതൂ, ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. എ മോട്ടോർ ബോട്ട് ഈസ് റേസിംഗ് ടുവേഴ്സ് നോർത്ത് അറ്റ് 25 km/h and the water current in that region is 10 km/h in the direction of 60 degree east of south. Find the resultant velocity of the boat. ഇവിടെ ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. Let the boat is initially at the origin. And in the question they say the boat is racing towards north with a velocity of 25 km/h. നമുക്ക് ആ വെലോസിറ്റിയെ VB എന്ന് മാർക്ക് ചെയ്യാം. So in the figure you can see VB is directed towards north. ആ വാട്ടർ കറണ്ടിൻ്റെ വെലോസിറ്റിയെ നമുക്ക് VC എന്ന് അസ്യൂം ചെയ്യാം. VC is directed at an angle of 60 degree south of east. South of east എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് 60 ഡിഗ്രി എന്നാണ് മീനിങ്. അപ്പോൾ 60 ഡിഗ്രി നിങ്ങൾ മെഷർ ചെയ്ത് തുടങ്ങേണ്ടത് സൗത്തിൽ നിന്നാണ് ടുവേഴ്സ് ഈസ്റ്റ്. ദാറ്റ് മീൻസ് this angle is 60 degree. Then what is the resultant velocity of the boat? ഇതാണ് question. That means we have to calculate the resultant of VB and VC. To calculate the resultant, let's complete the parallelogram first. നോക്കൂ, VBക്ക് ഈക്വലും പാരലുമായി ഞാൻ ദേ ഒരു സൈഡ് വരച്ചിട്ടുണ്ട്. അതുപോലെ VCക്ക് ഈക്വലും പാരലുമായിട്ട് നമുക്ക് മറ്റൊരു സൈഡും കൂടി വരയ്ക്കാം. സോ we have completed a parallelogram. രണ്ട് വെക്ടേഴ്സിൻ്റെയും കൂടി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒറിജിൻ ആണ്. ആ ഒറിജിനിൽ നിന്നും ഞാൻ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ദിസ് ഡയഗണൽ വിൽ റെപ്രസെൻറ്റ് ദ റിസൾട്ടൻറ്റ് വെലോസിറ്റി. ഈ റിസൾട്ടൻറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ
ഇനി നമുക്ക് വി ബിക്കും വി സിക്കും ഇടയിലുള്ള ആംഗിൾ കൂടി വേണം അല്ലേ? ഫിഗറിലേക്ക് നോക്കൂ. ദേ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആംഗിൾ. ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയി റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. We know the value of VB is 25 km per hour and value of VC is 10 km per hour. Theta is equal to 120 degree. ഈ മൂന്ന് വാല്യൂസും കൂടി നമുക്ക് ദേ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R ഈക്വൽസ് റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ പ്ലസ് 2VB VC കോസ് തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, എന്താ കിട്ടുന്നത് നോക്കൂ. റൂട്ട് ഓഫ് 25 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 25 ഇൻറ്റു 10 ഇൻറ്റു കോസ് 120. കോസ് 120യുടെ വാല്യൂ അറിയാമല്ലോ, മൈനസ് സൈൻ 30 ആണ്, മൈനസ് ഹാഫ് ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. യു വിൽ ഗെറ്റ് R ഈക്വൽസ് റൂട്ട് ഓഫ് 475 അല്ലേ? ദാറ്റ് മീൻസ് ദ റിസൾട്ടന്റ് വെലോസിറ്റി ഈസ് 21.7 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ബോട്ട് 25 കിലോമീറ്റർ പെർ അവർ എന്ന സ്പീഡിൽ റേസ് ചെയ്താലും ബിക്കോസ് ഓഫ് ദ വാട്ടർ കറണ്ട് ദ വെലോസിറ്റി ഓഫ് ദ ബോട്ട് ഈസ് ഡിക്രീസിംഗ് ഫ്രം 25 കിലോമീറ്റർ പെർ അവർ ടു 21.7 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്കറിയേണ്ടത് ഈ ബോട്ട് നോർത്തിലേക്ക് തന്നെയാണോ ട്രാവൽ ചെയ്യുന്നത് എന്നാണ്. ഫിഗറിലേക്ക് നോക്കൂ. റിസൾട്ടന്റ് വെലോസിറ്റി ഈസ് നോട്ട് ടുവേഴ്സ് നോർത്ത്. സോ ബോട്ട് ഈസ് നോട്ട് ട്രാവലിംഗ് എക്സാക്ട്ലി ടുവേഴ്സ് നോർത്ത്. Let the angle between north and the resultant is phi. അപ്പോൾ ഓർത്തു വയ്ക്കുക, phi is the angle between VB and R. If so, we can write an equation like this: R by sin theta equals VC by sin phi. ഈ റിലേഷൻ ലോ ഓഫ് സയൻസ് എന്ന പേരിൽ തൊട്ട് മുമ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. So what is sin phi? VC into sin theta divided by R. Value substitute ചെയ്യാം. So we are getting sin phi equals 10 into sin 120 divided by 21.7. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. You will get it as 0.399. ഇത് sin phi യുടെ വാല്യൂ ആണ്. So value of phi is sin inverse 0.399 and it is 23.5 degree. അപ്പോൾ നോർത്തിലേക്ക് റേസ് ചെയ്യുന്ന ഈ ബോട്ട് നോർത്തിൽ നിന്നും 23.5 ഡിഗ്രി ഈസ്റ്റിലേക്ക് ടേൺ ചെയ്തായിരിക്കും ട്രാവൽ ചെയ്യുക. സോ ദ വാല്യൂ ഓഫ് phi ഈസ് 23.5 ഡിഗ്രീസ് ഈസ്റ്റ് ഓഫ് നോർത്ത്. ഈ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി നമ്മൾ വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന കോൺസെപ്റ്റ് ഈ വെക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ്റെ പ്രത്യേകത നമുക്കറിയാം. When an object is moving in a plane, 2 position coordinates will change. അറിയാവുന്ന കാര്യമാണല്ലോ നമുക്കത്. നമുക്ക് ആദ്യം ഒരു പ്ലെയിനിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ എക്സ് ആക്സിസും വൈ ആക്സിസും കാണുന്നുണ്ട്. P is a point in XY plane. നമുക്ക് ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ വരയ്ക്കാം. We know position vector joins the origin with the point. അപ്പോൾ O എന്ന ഒറിജിനും P എന്ന പോയിന്റും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു വെക്ടർ വരയ്ക്കുന്നു. ഇതാണ് P എന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. P എന്ന വെക്ടറിന്റെ ഹെഡിൽ നിന്നും എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഞാൻ ഇതുപോലെ 2 പെർപെൻഡിക്കുലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സ് ആക്സിസിൽ കാണുന്ന ഈ XI എന്നത് ആറിൻ്റെ ഒരു റിസോൾവ്ഡ് കോമ്പണൻ്റ് ആണ്. വൈ ആക്സിസിൽ YJ എന്ന ഒരു റിസോൾവ്ഡ് കോമ്പണൻറ്റിനെയും എനിക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായി ഞാൻ 2 വെക്ടേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് XI എന്നാണ്. വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് YJ എന്നുമാണ്. ഇതിൻ്റെ മീനിങ് R എന്ന വെക്ടറിൻ്റെ റിസോൾവ്ഡ് കോമ്പണൻസ് ആണ് XIയും YJയും എന്നാണ്. അതായത് മാത്തമാറ്റിക്കലി വി ക്യാൻ സേ വെക്ടർ R ഈക്വൽസ് XI plus YJ. Now let's assume the point P is moving to P dash along this curved line. നമുക്കിനി P ഡാഷിൻ്റെ പൊസിഷൻ വെക്ടർ കൂടി വരയ്ക്കാം. അതിനായി ഞാൻ ഒറിജിനെ P ഡാഷുമായി ജോയിൻ ചെയ്യുന്നു. എനിക്കവിടെ R ഡാഷ് എന്നൊരു വെക്ടർ കിട്ടിയിട്ടുണ്ട്.
This r dash is the position vector of p dash. p dash എന്ന കർവ്ഡ് പാത്തിലൂടെയാണ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്തത്. But I can draw a vector from the initial position p to the final position p dash. ആ വെക്ടറിനെ ഞാൻ ഡെൽറ്റ ആർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി നോ ഡെൽറ്റ ആർ ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. പി ഡാഷ് എന്ന പോയിന്റിൽ നിന്നും ഞാൻ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഇതുപോലെ പെർപെൻഡിക്കുലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. പി ഡാഷിൻ്റെ എക്സ് കോർഡിനേറ്റ് ഞാൻ എക്സ് ഡാഷ് എന്നും പി ഡാഷിൻ്റെ വൈ കോർഡിനേറ്റിനെ ഞാൻ വൈ ഡാഷ് എന്നും ലേബൽ ചെയ്യുന്നു. ഇഫ് സോ ഐ ക്യാൻ സേ ആർ ഡാഷ് ഈക്വൽസ് എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജി. ഇപ്പോൾ നമുക്ക് ഫിഗറിൽ കാണാം, വെൻ ദ ഓബ്ജെക്ട് മൂവ്സ് ഫ്രം പി ടു പി ഡാഷ് along the curved line, its x coordinate of position is changing from x to x dash. There is a change in position. ആ ചേഞ്ച് ഇൻ പൊസിഷനെ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് മാർക്ക് ചെയ്യുന്നു. അതുപോലെ y coordinate is changing from y to y dash. That change is labeled as delta y. ഇതാണ് 2-dimensional മോഷൻ എന്നതിൻ്റെ മീനിങ്. ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും ഒരേ സമയം ചേഞ്ച് ഉണ്ടാവുന്നു. സോ ഇപ്പോൾ നമുക്ക് ആറിൻ്റെയും ആർ ഡാഷിൻ്റെയും എക്സ്പ്രഷൻസ് അറിയാം. ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ ആൻഡ് ആർ ഡാഷ് ഈക്വൽസ് എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ. ഇനി ആ ഫിഗറിലേക്കൊന്ന് നന്നായി നോക്കൂ. ആറും ഡെൽറ്റ ആറും ആർ ഡാഷും കൂടി ചേർന്നുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ? ആ ട്രയാങ്കിളിലേക്ക് നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കൂ. വെക്ടർ ആർ പ്ലസ് വെക്ടർ ഡെൽറ്റ ആർ ഈക്വൽസ് വെക്ടർ ആർ ഡാഷ്. ഓർ വാട്ട് ഈസ് ഡെൽറ്റ ആർ? വെക്ടർ ഡെൽറ്റ ആർ ഈക്വൽസ് വെക്ടർ ആർ ഡാഷ് മൈനസ് വെക്ടർ ആർ. ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ, ഡെൽറ്റ ആർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കൂ, അത് ചേഞ്ച് ഇൻ പൊസിഷനാണ്. അങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ആർ ഡാഷിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ വി വിൽ ഗെറ്റ് വെക്ടർ ഡെൽറ്റ ആർ ഈക്വൽസ് എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ മൈനസ് ഓഫ് എക്സ് ഐ പ്ലസ് വൈ ജെ. ഈ രണ്ട് ടേംസിനെയും കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെഴുതാം. സോ ഡെൽറ്റ ആർ ഈക്വൽസ് എക്സ് ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു ഐ. ഇനി ബാക്കിയുള്ള ഈ രണ്ട് ടേംസിനെയും കൂടി കമ്പൈൻ ചെയ്താലോ? പ്ലസ് വൈ ഡാഷ് മൈനസ് വൈ ഇൻറ്റു ജി. നമുക്കറിയാം എക്സ് ഡാഷ് മൈനസ് എക്സ് എന്നതിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്നും വൈ ഡാഷ് മൈനസ് വൈയെ നമ്മൾ ഡെൽറ്റ വൈ എന്നും ഫിഗറിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ആർ ഈക്വൽസ് ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജി. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലെറ്റ് ഡെൽറ്റ ടി ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദിസ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടു ടോട്ടൽ ടൈം ഇന്റർവൽ ഈസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ആവറേജ് വെലോസിറ്റിയെ നമുക്ക് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. Then delta r by delta t equals delta x by delta t into I plus delta y by delta t into j. Delta r by delta t എന്നത് ആവറേജ് വെലോസിറ്റിയാണ്. അപ്പോൾ എന്തായിരിക്കും ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നത് ഈ വെലോസിറ്റിയുടെ എക്സ് കോമ്പണൻ്റ് ആണ്. സിമിലർലി delta y by delta t is the y component of velocity. So we can write average velocity v equals vxi plus vyj. ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? v equals square root of vx square plus vy square. If this velocity is making an angle theta with x axis, we know tan theta equals vy by vx. വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആവറേജ് വെലോസിറ്റിയാണ്. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയിലേക്ക് പോയാലോ? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. വി ഹാവ് ടു ഇമ്പോസ് എ കണ്ടീഷൻ ദാറ്റ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0.
ആ കണ്ടീഷൻ നമുക്ക് ദാ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈക്വൽസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ജി. നമുക്കറിയാം ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ഈ ടേമിനെ കാൽക്കുലസിൽ നമ്മൾ ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതും. സോ ഡി ആർ ബൈ ഡി ടി ഈക്വൽസ് റൈറ്റ് സൈഡ് എങ്ങനെ മാറുമെന്ന് പറയൂ? ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ജി. ഇഫ് വി എക്സ് ആൻഡ് വി വൈ ആർ ദ എക്സ് ആൻഡ് വൈ കോമ്പണൻസ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, we can write instantaneous velocity v equals vxi plus vyg. ആവറേജ് വെലോസിറ്റിയിൽ ചെയ്തതുപോലെ ഇവിടെ നമുക്ക് എഴുതാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v ഈക്വൽസ് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഐയുടെയും ജെയുടെയും ടേംസിൽ കിട്ടി. v ഈക്വൽസ് വി എക്സ് ഐ പ്ലസ് വി വൈ ജി. നമുക്ക് ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാലോ? വി വിൽ ഗെറ്റ് ഡി വി ബൈ ഡി ടി ഈക്വൽസ് ഡി ബൈ ഡി ടി ഓഫ് വി എക്സ് ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് വി വൈ ജി. എന്താ ഡി വി ബൈ ഡി ടി? ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആക്സിലറേഷനാണ്, ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആക്സിലറേഷൻ്റെ എക്സും വൈയും കോമ്പണൻസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ആക്സിലറേഷൻ എ ഈക്വൽസ് എ എക്സ് ഐ പ്ലസ് എ വൈ ജി. അഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എ ഈക്വൽസ് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. നമ്മളിപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും 2 ഡയമെൻഷൻസിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. ഇതിനെ നമുക്കൊരു മാത്തമെറ്റിക്കൽ സിറ്റുവേഷനിൽ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതും. ദി പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ആർ ഈക്വൽസ് 3ti പ്ലസ് 2t സ്ക്വയർ ജെ പ്ലസ് 5k, where t is in seconds and the coefficients have proper units for r to be in meters. First question, find v of t and a of t of the particle. Second question, find the magnitude and direction of v of t at t equals 1 second. നോക്കൂ, ക്വസ്റ്റിനിലേക്ക് നോക്കൂ. Position of a particle is given by r equals 3i plus 2t square j plus 5k. ആ പൊസിഷനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 3 കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് പൊസിഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. സോ ദാറ്റ് ഓബ്ജെക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇൻ ദ ക്വസ്റ്റ്യൻ ദേ സേ r is in meters and t is in second. We have to find out v of t and a of t of the particle. Means we have to find out velocity and acceleration. ആദ്യം നമ്മൾ അറിയേണ്ടത് ഏത് വെലോസിറ്റിയാണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണോ ആവറേജ് വെലോസിറ്റി ആണോ? ആ സിമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. v of t, velocity of the particle at an instant of time t. a of t, similar way, acceleration of the particle at an instant of time t. So we have to find out the instantaneous velocity and acceleration. നമുക്ക് ആ പാർട്ട് ഒന്ന് സോൾവ് ചെയ്യാം. So we have the equation r equals 3ti plus 2t square j plus 5k. So we can calculate the instantaneous velocity. Instantaneous velocity v equals dr by dt. That means d by dt of 3ti plus 2t square j plus 5k. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻസിയേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് v ഈക്വൽസ് 3i പ്ലസ് 4tj. സോ ദിസ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് i and j. സേ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പാർട്ട്? യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ്
ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ വെലോസിറ്റി വേരി ചെയ്യണമല്ലോ. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഫോം ചെയ്തു, v = 3i + 4tj. നിങ്ങൾ തന്നെ നോക്കൂ, വെലോസിറ്റി വേരിയബിൾ ആണോ? നിങ്ങൾ കാണാം വെലോസിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അതുകൊണ്ട് വെലോസിറ്റി വേരി ചെയ്യുന്നുണ്ട്. വെലോസിറ്റി വേരി ചെയ്യുന്നെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ, വെലോസിറ്റിയുടെ ഏത് കോമ്പണൻ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്? എക്സ് ആണോ വൈ ആണോ? വൈ കോമ്പണൻ്റ് നോക്കൂ, 4tj എന്നാണ്. അവിടെയാണ് ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റിയുടെ വൈ കോമ്പണൻ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ വൈ ഡയറക്ഷനിൽ മാത്രമായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. We have acceleration equals dv/dt. That is a equals d/dt of 3i plus 4tj. See the x component of velocity, that is 3i, independent of time, that is a constant. So അതിൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ആക്സിലറേഷൻ ഈക്വൽ ടു 4j m/s². ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റഡ് അലോങ് ദ വൈ ഡയറക്ഷൻ. ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആണ്. ആദ്യം നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കാം. വി ഹാവ് v = 3i + 4tj. t = 1 സെക്കൻഡ് എന്ന ഇൻസ്റ്റന്റിലെ വെലോസിറ്റി അല്ലേ വേണ്ടത്? സോ ഈ ഇക്വേഷനിലേക്ക് t = 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ എന്താ കിട്ടുന്നത്? v = 3i + 4j m/s. പക്ഷേ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ യു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈക്വൽസ് √3² + 4². എങ്ങനെയാണിത് വന്നതെന്ന് നമുക്കറിയാം. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഫോർമുല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, √ax² + ay². ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. √9 + 16 and you will get the answer as 5 m/s. ഈ കിട്ടിയ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ ഞാൻ ദ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദ എക്സ് കോമ്പണന്റ് ഈസ് 3 and the y component is 4. Let that velocity is making an angle theta with x-axis. If so, what is tan theta? Tan theta equals vy/vx. That is equal to 4 divided by 3. Or theta equals tan inverse of 4/3. ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യൂ. You will get the answer as 53 degree. So the velocity has a magnitude of 5 m/s and it makes an angle of 53 degree with the x-axis. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഈ വെക്ടർ അഡീഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ചെറിയ ഹോംവർക്ക് ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, എഴുതൂ ക്വസ്റ്റ്യൻ. I and j are unit vectors along x and y axis respectively. What is the magnitude and direction of the vectors? 1. First one I plus j, second one I minus j. ഒരു ഫിഗർ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് i പ്ലസ് ജെയുടെയും i മൈനസ് ജെയുടെയും മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻസ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി ഇൻ 1 ഡയമെൻഷൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പാർട്ട് ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരൂ. നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.